കണ്ണൂർ വിമാനത്താവളത്തിനോട് ചേർന്ന് കിടക്കുന്ന മട്ടന്നൂർ നഗരപ്രദേശത്ത് മലിനജലം കെട്ടിക്കിടക്കുന്നതിനാൽ നിരവധി കുടുംബങ്ങൾ ദുരിതത്തിൽ. വർഷങ്ങളായി കുടുംബങ്ങൾ ദുരിതമനുഭവിക്കുകയാണ്. പ്രദേശം UDF നേതാക്കൾ സന്ദർശിച്ചു. മട്ടന്നൂർ നഗരസഭയിലെ മട്ടന്നൂർ ടൗൺ, മട്ടന്നൂർ വാർഡുകളിൽപ്പെടുന്ന ചെക്യോട്ടുവയൽ പ്രദേശത്താണ് മലിനജലം കെട്ടിക്കിടന്ന് കുടുംബങ്ങൾ ദുരിതം പേറുന്നത്. കൊതുക് ശല്യവും കിണർ മലിനമാവുകയും ചെയ്തതോടെ കുടുംബങ്ങൾ ഏറെ ദുരിതത്തിലാണ്. മട്ടന്നൂർ നഗരത്തിലെ ഹോട്ടലുകളിൽ നിന്നും മറ്റും ഓവുചാലിലൂടെ ഒഴുക്കിവിടുന്ന മലിനജലമാണ് ജനവാസ കേന്ദ്രത്തിൽ ഒഴുകിയെത്തി കെട്ടിക്കിടക്കുന്നത്. ചെക്യോട്ടുവയലിലെ നിരവധി വീട്ടുകാരാണ് മലിനജലം കൊണ്ട് ദുരിതത്തിലായത്. വാർഡ് സഭയിൽ നമ്മൾ ഉന്നയിച്ച് വാർഡ് സഭയിൽ പ്രശ്നം ഉന്നയിച്ചപ്പോൾ അവർ വന്നിട്ട് ജസ്റ്റ് ഒന്ന് അളന്ന് ഇത്ര മീറ്റർ നമ്മൾ വാർക്കുമെന്ന് പറഞ്ഞു പോയി. പിന്നെ ഇപ്പോൾ അവർ 60 മീറ്റർ ഒന്നും ആക്കിയതിനെ കൊണ്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ബ്ലീച്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്നിട്ട് ഇങ്ങനെ ചെറുങ്ങനെ ഒന്നും പാറ്റിയിട്ട് ഇതാക്കിയിട്ട് അപ്പടം അങ്ങ് പോക്കാന്ന്. അതിനെ കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. ഇപ്പോൾ 2 മാസം കൊണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ പണി തുടങ്ങിയ ശേഷം എൻ്റെ വെള്ളം കംപ്ലീറ്റ് കലങ്ങിയിട്ട് കുടിക്കാൻ 3 പ്രാവശ്യം മോട്ടോർ വെച്ച് പറ്റിച്ചു. എന്നിട്ട് ആ വെള്ളം എന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ ക്ലിയർ ആകുന്നില്ല. ഞാൻ മുനിസിപ്പാലിറ്റിക്ക് പെർമിഷൻ കൊടുത്ത് മുനിസിപ്പാലിറ്റി പരാതി കൊടുത്ത് അവരെ വന്ന് നോക്കിയേ. എനിക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ കുടിക്കാൻ വെള്ളം ഞാൻ വണ്ടിയിൽ പിന്നെ മരിക്കലാണ്. കിണറുകളിലെ വെള്ളം ഉപയോഗശൂന്യമായതിനാൽ മറ്റു വീടുകളിൽ നിന്നാണ് കുടുംബങ്ങൾ വീട്ടാവശ്യത്തിന് വെള്ളം കൊണ്ടുവരുന്നത്. ഏക്കർ കണക്കിന് സ്ഥലത്തെ കാർഷിക വിളകളും നശിച്ചു. പ്രദേശത്ത് നെൽകൃഷി ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ചെക്യോട്ടുവയൽ പ്രദേശത്തെ ജനങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതത്തിന് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ നിരവധി തവണ നഗരസഭാ അധികൃതർക്ക് നിവേദനം നൽകുകയും നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തിരുന്നുവെങ്കിലും പരിഹാരമുണ്ടായില്ല. അടുത്ത കാലത്ത് മലിനജലം ഒഴുകുന്ന ഡ്രൈനേജിന്റെ കോൺക്രീറ്റ് പ്രവൃത്തി നടത്തിയിരുന്നു, എന്നാൽ പൂർണ്ണമായിട്ടില്ല. കുടുംബങ്ങൾ ദുരിതത്തിലായതോടെ UDF സംഘം പ്രദേശം സന്ദർശിച്ചു. മലിനജലം ഒഴുകുന്നതിനെതിരെ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും UDF നേതാക്കൾ പറഞ്ഞു. ഈ വാഴാന്തോട് മുതൽ കല്ലേരിക്കര സ്കൂൾ വരെയുള്ള ഇടത് സൈഡിലുള്ള മുഴുവൻ കിണറുകളിലുള്ള വെള്ളം കുടിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ആ പ്രദേശത്ത് മുഴുവൻ കിണറുകളിലെ വെള്ളം കുടിക്കാൻ പറ്റാത്ത രൂപത്തിലാണ് ഉള്ളത്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷം ഇതൊക്കെ ഉണ്ടായപ്പോൾ അധികാരികളുടെ മുമ്പിൽ പെട്ടത് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ അതിലും ദുരിതം. ചില കെട്ടിടങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായി വെള്ളം കെട്ടി നിന്ന് ഒഴുകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. ഈ വിഷയം അടിയന്തരമായും പരിഹരിക്കാൻ നഗരസഭയുടെ ഭാഗത്തുനിന്ന് നല്ലൊരു ഇടപെടൽ നടത്തണം. ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളൊന്നും ശാസ്ത്രീയമായ രീതിയിൽ ഈ വിഷയം പരിഹരിക്കുന്ന രൂപത്തിലല്ല നഗരസഭ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായും ജനങ്ങൾക്ക് ശുദ്ധമായ വെള്ളവും ശുദ്ധമായ വായുവും ശ്വസിക്കാനുള്ള ഒരു സാഹചര്യം നഗരസഭ ഉണ്ടാക്കണം. പറയുമ്പോഴൊക്കെ ദ്രവമാലിന്യ പ്ലാന്റിൻ്റെ കാര്യം പറയും. വരുന്നു എന്നതിൽ കവിഞ്ഞ് ശാശ്വതമായൊരു പരിഹാരം ഇതിന് കാണാൻ നഗരസഭയുടെ ഭരണാധികാരികൾ ശ്രമിക്കുന്നില്ല. അതിൽ ഞങ്ങളൊക്കെ പറയുന്നത് രാഷ്ട്രീയ വിവേചനമാണ് ആ ഒരു വിഷയമെന്നാണ്. പക്ഷേ ഇത് ഗുരുതരമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്ലാബിട്ടതിന് ശേഷം ഇത് ഗുരുതരമായി. ഇവിടെയുള്ളവർക്ക് ക്യാൻസർ പോലുള്ള അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. അതോടൊപ്പം തന്നെ കൊതുക് ശല്യവും മറ്റ് രൂക്ഷമായ ഗന്ധങ്ങളും അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ജനതയോടുള്ള വെല്ലുവിളിയാണ് ഇവിടെ കാണുന്നത്. MC കുഞ്ഞഹമ്മദ്, P രാഘവൻ, VN മുഹമ്മദ്, റഫീഖ്, ബാവോട്ടുപാറ, K മനീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സന്ദർശനം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.